5 days a week നിങ്ങൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാണെങ്കിൽ നിങ്ങൾക്ക് വളരെ റിസ്ക് കൂടുതലാണ്. പിന്നെ ഇരിക്കുമ്പോൾ മൊത്തത്തിൽ ഫ്രണ്ടിലോട്ട് കുനിഞ്ഞ് ഇങ്ങനെ മൊബൈലിൽ സിനിമയൊക്കെ കാണുമ്പോൾ ആദ്യം ഒന്നും അറിയത്തില്ല. കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ ഇതൊരു ക്രോണിക് പെയിൻ ആയിട്ട് മാറും. അതൊരു പ്രത്യേകിച്ച് കുറയാത്തൊരു തരം പെയിൻ. അത് നട്ടലിന് മാത്രമല്ല ബാക്കി പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഒരു അസുഖത്തിന് ആദ്യമേ ചികിത്സിച്ചാൽ നമുക്ക് കുറച്ച് പൈസ ചിലവാകും. ആ സമയത്ത് അത്രേ ആവത്തുള്ളൂ. പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് ആയാൽ നമ്മുടെ ചിലവ് കൂടത്തേ ഉള്ളൂ. ചില കുട്ടികളെ നമ്മുടെ ലാലേട്ടൻ ഷോൾഡർ ചരിച്ച് നടക്കുന്ന പോലെ മിമിക്രിയിലൊക്കെ കാണിക്കുന്ന പോലെ ആ ഒരു സ്റ്റൈലിലാണോ എന്ന്. ഈ ഇടയ്ക്ക് ഒരു കുട്ടി പറഞ്ഞിപ്പം പുഷ്പയെ പോലെയാണോ എന്ന് കളിയാക്കുന്നു. അപ്പോൾ ഓരോ ട്രെൻഡ് മാറുന്നതനുസരിച്ച് കളിയാക്കലിന്റെ ട്രെൻഡ് മാറിയാണ് വരുന്നത്. യൂഷ്വലി 3 weeks കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ഓഫീസിലോ കോളേജിലോ പോകുന്ന ഒരു കുട്ടിക്കാണെങ്കിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാണെങ്കിലോ അവർക്ക് അതിന് പോകാൻ പറ്റും. യൂഷ്വലി ഒരു വലിയ മേജർ സ്പൈൻ സർജറി കഴിഞ്ഞ ആളിനെ ഒരു 3 to 5 days ആവറേജ്, വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഷുഗർ പ്രഷർ എല്ലാം കൺട്രോൾഡ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിനെ നമ്മൾ 3 to 5 days ഡിസ്ചാർജ് ചെയ്യും. വീൽ ചെയറിലൊക്കെ വന്ന കുട്ടികളുണ്ട്. അപ്പോൾ ജന്മനാലുള്ള പിന്നീട് അവർ നടന്ന് പിന്നീട് അവർ സക്സസ്ഫുള്ളായി MBBS ചേർന്ന കേസുകൾ ആലോചിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. അത് ഈ കഴിഞ്ഞ വർഷവും ഒരു കുട്ടിക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി ആയിരുന്നു ആദ്യം ചെയ്തത്. പിന്നെ അതിൽ നിന്നെല്ലാം ഊർജ്ജം ഉൾക്കൊണ്ട് വളരെ നോർമലായിട്ട് ഇപ്പോൾ ചെയ്യുന്നു. ഈ വർഷവും ഒരു കുട്ടിക്ക് MBBS കിട്ടിയവരെല്ലാം ഫൈറ്റേഴ്സാണ്. അവർ വളരെ നന്നായിട്ട് എന്താ പറയുക, ജീവിതത്തിൽ ഈ ചെറു പ്രായത്തിൽ തന്നെ പോരാടി മുന്നേറി വന്ന ആൾക്കാരാണ്. അപ്പം ബട്ട് ദേ ആർ ലിവിങ് എ നോർമൽ ലൈഫ്. നമ്മളെ പോലെ വളരെ നോർമലായിട്ട് ഒരു എക്സാമ്പിൾസ് ആയിട്ട് ഒരു പ്രചോദനം നൽകുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്പൈൻ അറ്റാക്ക് കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സുഷുമ്നാ നാഡി, നട്ടലിൻ്റെ അകത്ത് പോകുന്ന സുഷുമ്നാ നാഡിയും നാഡീഞരമ്പുകൾക്കും പെട്ടെന്നുണ്ടാകുന്ന ഒരു ബ്ലോക്കാണ്. എന്താണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഗുരുനാഥൻ പറഞ്ഞത് ചീപ്പസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോർ എനി കണ്ടീഷൻ ഈസ് ദി ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. ഒരു അസുഖത്തിന് ആദ്യമേ ചികിത്സിച്ചാൽ നമുക്ക് കുറച്ച് പൈസ ചിലവാകും. ആ സമയത്ത് അത്രേ ആവത്തുള്ളൂ. പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് ആയാൽ നമ്മുടെ ചെലവ് കൂടത്തേ ഉള്ളൂ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈൽസ്റ്റോൺ ഡോക്ടർ. സോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് സീനിയർ സ്പൈൻ ആൻഡ് സ്കോളിയോസിസ് സർജനും കൊച്ചി VPS ലേക്ഷോർ ഹോസ്പിറ്റലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈൻ ആൻഡ് സ്കോളിയോസിസ് സർജറി വിഭാഗം ഡയറക്ടറുമായ ഡോക്ടർ കൃഷ്ണകുമാർ ആറാണ്. സോ സർ, വെൽക്കം ടു അവർ ഷോ. സോ സർ, സ്പൈൻ സർജറി എന്നുള്ളത് ഫെമിലിയർ ആണ്, പക്ഷെ എന്താണ് ഈ സ്കോളിയോസിസ് കറക്ഷൻ? അപ്പോൾ സ്കോളിയോസിസ് എന്ന അസുഖത്തെ പറ്റി ആദ്യം അറിഞ്ഞാൽ മാത്രമേ എന്താണ് സ്കോളിയോസിസ് കറക്ഷൻ എന്നുള്ളതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. സ്കോളിയോസിസ് എന്ന് പറയുന്നത് നമുക്ക് നട്ടലിനുണ്ടാകുന്ന ഒരു അസ്വാഭാവികമായ അല്ലെങ്കിൽ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു വളവാണ്. അതായത് നമ്മൾ ഒരാൾ നിൽക്കുമ്പോൾ നമ്മുടെ 2 ഷോൾഡറും ഈക്വൽ ആയിരിക്കും, ഒരേ രീതിയിലായിരിക്കും. നമ്മുടെ ഷേപ്പ് 2 സൈഡും ഒരുപോലെ ആയിരിക്കും, നമ്മുടെ ഹിപ്സും ഒരുപോലെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ബാക്കിൽ നോക്കുമ്പോൾ നമ്മുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് കാണും. ഒരാളുടെ പുറകിലോ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിരിക്കും. പക്ഷേ സ്കോളിയോസ് വരുമ്പോൾ നമ്മുടെ നട്ടലിൽ ഒരു വശത്തേക്ക് അങ്ങ് ചരിഞ്ഞു പോകും, ഒന്ന് വളഞ്ഞു പോകും. ഇറ്റ്സ് എ 3-dimensional ഡിഫോമിറ്റിയാണ്. ഒരു തുണി അല്ലെങ്കിൽ ഒരു കയർ ഇങ്ങനെ പിരിക്കുന്നത് പോലെ നട്ടലൊന്ന് ട്വിസ്റ്റായി റൊട്ടേഷൻ വരും. റൊട്ടേഷൻ വരുമ്പോൾ അവരുടെ ഷോൾഡർ ലെവലായിരിക്കില്ല. ഒരു ഷോൾഡർ പൊങ്ങിപ്പോവും, ഒരു ഷോൾഡർ താഴ്ന്നു വരും. ശരീരത്തിന്റെ ബാലൻസ് ഒരു വശത്തേക്ക് പോകും. എന്നിട്ട് ഒരു ഹിപ്പ് ഒരു സ്ഥലത്ത് തള്ളി വരും, ഒരു വശത്ത് തള്ളി വരും. പിന്നെ ബാക്കിൽ ഒരു കൂന് പോലെ ഒരു ബൾജ് കാണും. അപ്പോൾ കുട്ടികൾ കുനിയുമ്പോൾ ഒരു വശത്തൊരു ബൾജ് പോലെ കാണും. അതുപോലെ പെൺകുട്ടികളാകുമ്പോൾ അവരുടെ ഒരു മാറിടം മറ്റേ വശത്തേക്കാട്ടിലും കുറച്ചുകൂടി തള്ളി നിൽക്കും. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെയുള്ള ലക്ഷണങ്ങൾ, സ്കോളിയോസിന്റെ ഒരു ലക്ഷണങ്ങൾ. ജന്മനാൽ കാണുന്നത്, അതായത് ഏർലി ഓൺസെറ്റ്, ജനിക്കുന്ന സമയത്ത് തൊട്ട് കണ്ടുവരുന്ന സ്കോളിയോസ് ഉണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ നാട്ടിൽ കൂടുതലായി കണ്ടുവരുന്നത് കൗമാരക്കാരിലുള്ള, കൂടുതലും പെൺകുട്ടികളിലുള്ള സ്കോളിയോസ് ആണ്. അതായത് ഇവര് ആർത്തവം അല്ലെങ്കിൽ പീരീഡ്സ് ആകുന്ന ആ ഒരു 1-2 വർഷത്തിന് മുമ്പ് ഹൈറ്റ് വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹൈറ്റ് കൂടുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു റീസണും ഇല്ലാതെ, യാതൊരു കാരണങ്ങളും ഇല്ലാതെ അവരുടെ നട്ടല് വളഞ്ഞു പോകും. അതിനെ അഡോളസെന്റ് ഇഡിയോപ്പതിക് സ്കോളിയോസിസ്. അഡോളസെന്റ് എന്ന് പറഞ്ഞാൽ കൗമാരത്തില്, ഇഡിയോപ്പതിക് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ ഉണ്ടാകുന്ന നട്ടലിന്റെ വളവാണ് AIS അല്ലെങ്കിൽ അഡോളസെന്റ് ഇഡിയോപ്പതിക് സ്കോളിയോസിസ്. ഇതാണ് നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ കൂടുതലും കണ്ടുവരുന്നത്. കൂടുതലും കുട്ടികളിലല്ല, എൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാണോ കണ്ടുവരുന്നത്? എങ്ങനെയാ? കൂടുതലും കൗമാരക്കാരായ പെൺകുട്ടികളിലാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. പിന്നെ വേറൊരു വെറൈറ്റിയാണ് അഡൽട്ട് സ്കോളിയോസ് എന്ന് പറയുന്നത്. അതായത് ഈ കുട്ടികൾ വലുതായി, ഇവർക്ക് ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ വലുതാകുമ്പോൾ, അവരുടെ അഡൽട്ട് ആകുമ്പോൾ ഇത് കൂടി വരാം. അപ്പോൾ അവർ അഡൽട്ട് സ്കോളിയോസിസ് അല്ലെങ്കിൽ പ്രായപൂർത്തിയായവരിൽ കാണുന്ന സ്കോളിയോസ് എന്ന് പറയും. കൂടാതെ നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ നട്ടലിൻ്റെ തേയ്മാനം അങ്ങനെ എല്ലാം ഉണ്ടായിട്ട് ഒരു പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ 40-50 വയസ്സൊക്കെ ആകുമ്പോൾ നട്ടലിനുണ്ടാകുന്ന വളവുണ്ട്. അതും അഡൽട്ട് സ്കോളിയോസിൻ്റെ കീഴിൽപ്പെടുന്നതാണ്. ഓക്കെ. സോ സാർ ഒരുപാട് സ്കോളിയോസിസ് കറക്ഷൻസ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അതിലൊരു ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ബിഗ്ഗസ്റ്റ് ചാലഞ്ച് നമ്മുടെ ഒരു എക്കണോമിക്കൽ ഫാക്ടറാണ്. ഒന്ന് ഫിനാൻഷ്യൽ. ചിലർക്ക് വലിയൊരു വളവായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്, പക്ഷെ അവർക്ക് ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം അവർക്ക് ചികിത്സ ആവശ്യമാണ്, പക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ട് അത് താങ്ങാനുള്ള കെൽപ്പില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് സംഘടനകളെല്ലാം ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ആ ചാലഞ്ചസ് നമുക്ക് കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് എന്നെ സഹായിക്കുന്ന വ്യക്തികളുണ്ട്, പിന്നെ അസോസിയേഷൻസ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ടൈപ്പ് ചെയ്തായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള രോഗികൾക്കുള്ള ഏറ്റവും നല്ല രീതിയിൽ ചികിത്സ ലഭ്യമാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. സോ പൊതുവേ നമ്മളൊക്കെ ഒരു ചിന്താഗതിയാണ് സ്പൈൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഓപ്ഷൻ ഒരു സർജറി ആണെന്നുള്ളത്. സോ അതാണോ, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിലൂടെ മാറ്റാൻ പറ്റുമോ, എങ്ങനെയാണ്? എല്ലാ അസുഖങ്ങൾക്കും സർജറി വേണ്ട. വളരെ കുറച്ച് കണ്ടീഷൻസിൽ മാത്രമേ നമുക്ക് സർജറി ആവശ്യമുള്ളൂ. നമുക്ക് സാധാരണ ഉണ്ടാകുന്ന പെട്ടെന്നൊരു നടുവേദന വരുന്നു, അതായത് എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ട്രെനുവസ് ആയിട്ടുള്ളൊരു യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ജിമ്മിൽ പോയിട്ട് എന്തെങ്കിലും കൂടുതൽ വെയിറ്റ്സ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു നടുവേദന വരാം. അത് കൂടുതലും പേശികൾക്ക്, മസിൽസിനുണ്ടാകുന്ന വലിവോ സ്പ്രെയിനോ ഒക്കെ ആയിരിക്കും. അത് അത്യാവശ്യം റെസ്റ്റും ഒന്ന് ചൂട് വയ്ക്കുകയും ഡോക്ടറെ കണ്ട് 1-2 മരുന്നൊക്കെ കഴിക്കുമ്പോൾ മിക്കവാറും അത് മാറും. പക്ഷേ തുടർച്ചയായി നിൽക്കുന്ന നടുവേദന, അല്ലെങ്കിൽ നടുവേദനയോടൊപ്പം കഴുത്ത് വേദന, അല്ലെങ്കിൽ കഴുത്ത് വേദനയോടൊപ്പം കൈവേദന, നടുവേദന കാലിലോട്ട് പോകുന്നു, അങ്ങനെയുള്ള ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടും അത് കുറയുന്നില്ല, ഒരാഴ്ചയായിട്ടും കുറയുന്നില്ല, അത് നീണ്ടു നിൽക്കുന്നു, റെസ്റ്റ് എടുത്താലും മാറുന്നില്ല, തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ ഈ വേദന കൂടുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും ഇത് ശരിയാകുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ നമുക്ക് അതൊരു വിദഗ്ധ ചികിത്സ തേടേണ്ട അത്യാവശ്യമാണ്. സോ ഡോക്ടർ നേരത്തെ പറഞ്ഞു പെൺപിള്ളേരിലാണ് കൂടുതലും കണ്ടുവരുന്നതെന്നുള്ളത്. സോ കുഞ്ഞു കുട്ടികൾ ഇപ്പോൾ ബാഗൊക്കെ ഇട്ട് പോകുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂസിൽ വരുന്നുണ്ടോ എങ്ങനെ? ഇല്ല, ബാഗ് ഇടുന്നത് കൊണ്ട് അതൊരു പൊതുവായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഞങ്ങൾ ഈയിടെ ഒരു കേരളത്തിലൊരു വലിയൊരു സർവേ നടത്തിയായിരുന്നു. ഇതിനെ സ്കോളിയോസിസിനെ പറ്റിയുള്ള അവയർനെസ്സിന് വേണ്ടിയിട്ട് വലിയൊരു സർവേ നടത്തിയായിരുന്നു. അപ്പോൾ അതിലൊരു ചോദ്യം ഇതായിരുന്നു, സ്കൂൾ ബാഗ് ഇട്ടാൽ നട്ടെല്ല് വളയുമോ? ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ ശരി മാർക്ക് ചെയ്യാം, തെറ്റാണെങ്കിൽ തെറ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ സർപ്രൈസിംഗ്ലി ഒരു 70% ആൾക്കാർ അത് ശരിയാണ് എന്ന് വിചാരിക്കുകയാണ്. ആക്ച്വലി അല്ല. സ്കൂൾ ബാഗ് ഇട്ടാൽ നമ്മുടെ ശരീരഭാരത്തിന്റെ 20% മാത്രമേ സ്കൂൾ ബാഗിന് അല്ലെങ്കിൽ ഏത് ബാഗിനും ചെയ്യാൻ പറ്റൂ. ഒരു ഉദാഹരണത്തിന് ഒരു 20 കിലോ ഉള്ള കുട്ടിക്ക് മാക്സിമം 20% അത്രേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 4 കിലോ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ അമിതമായ ഭാരമുള്ള സ്കൂൾ ബാഗ് ഇട്ടുകൊണ്ട് പോയാൽ അതിൽ പുസ്തകമുണ്ട്, വാട്ടർ ബോട്ടിലുണ്ട്, ഫുഡുണ്ട്, ഇതെല്ലാം ചെല്ലുമ്പോൾ അപ്പോൾ ഒരു 20 കിലോ ഉള്ള കുട്ടിക്ക് 4 കിലോയിൽ കൂടുതൽ എന്തായാലും ആ ബാഗിന് ഭാരം കാണും. അപ്പോൾ അങ്ങനെ കുറേ സമയം ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ അവർക്ക് അതുകൊണ്ട് നടുവേദന വരാം, നടുവിന് കഴപ്പ് വരാം, ബുദ്ധിമുട്ട് വരാം, അതുകൊണ്ട് ട്രിപ്പ് ആൻഡ് ഫോൾ, ഓടുമ്പോൾ വീഴാം, അങ്ങനെയുള്ളതെല്ലാം വരാം. പക്ഷെ അതുകൊണ്ട് നട്ടെല്ല് വളയില്ല. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നട്ടെല്ല് വളഞ്ഞ കുട്ടികൾക്ക് വേറെ കുറേ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരോട് പറയും, നിങ്ങൾ വീട്ടിലും സ്കൂളിലും ഒക്കെ കുട്ടി എന്താ നേരെ ഇരിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയും. കാരണം അവരിങ്ങനെ ഒരു വശം ചരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അവരുടെ നട്ടെല്ല് വളഞ്ഞു പോയതുകൊണ്ടാണ് അവരെ അങ്ങനെ ഇരിക്കുന്നത്, അല്ലാതെ അവർ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം നേരെ ഇരിക്കുന്നതല്ല. അപ്പോൾ അവർ നേരെ ഇരിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് മാക്സിമം കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയും ചില വിഷയങ്ങൾ ഈ കുട്ടികൾക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. സോ തുടക്കത്തിൽ അത് കണ്ടുവരുവാണെങ്കിൽ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് ഇതിന് ഒരു കാരണമെന്ന് വെച്ചാൽ കൂടുതലും ഞാൻ പറഞ്ഞത് പെൺകുട്ടികളിലാണ്. അപ്പോൾ അവർ ആൺകുട്ടികൾ ചിലപ്പോൾ ഉടുപ്പൊക്കെ ഇടാതെ വീട്ടിലും പുറത്തുമൊക്കെ നിൽക്കുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേസമയം പെൺകുട്ടികളാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒരുമിച്ച് വരണമെന്നില്ല. ഇപ്പം തോള് ചരിയുന്നു, ശരീരം ഒരു സൈഡിലേക്ക് തിരിയുന്നു, ഹിപ്പ് ബൾജ് ചെയ്യുന്നു, നട്ടലിൻ്റെ പുറകിൽ ഒരു കൂന് വരുന്നു, ഇതെല്ലാം ഒറ്റ അടിക്ക് കാണണമെന്നില്ല. ഇതെല്ലാം വളരെ ഗ്രാജുവലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇനിഷ്യൽ ഫേസിൽ ഇത് കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ പൊതുവെ കുട്ടികൾ ഒരു ലൂസായിട്ടുള്ള ഉടുപ്പൊക്കെ വീട്ടിലൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. മിക്ക പേഷ്യൻസും പെട്ടെന്നായിരിക്കും ഇത് കണ്ടുപിടിക്കുന്നത്. ഒരു ബന്ധു കാണുന്നു, അല്ലെങ്കിൽ ടീച്ചർ കാണുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം അമ്മ കുഞ്ഞിഞ്ഞപ്പോൾ ഒരു തൊട്ടപ്പോൾ ഒരു ബൾജ് കാണുന്നു. അങ്ങനെ വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ് ചിലർ നമ്മുടെ അടുത്ത് വരുന്നത്. അല്ലെങ്കിൽ ഒരു എക്സ്റേ, ചുമയൊക്കെ വരുമ്പോൾ നെഞ്ചിൻ്റെ ഒരു എക്സ്റേ എടുക്കുമ്പോൾ എക്സ്റേയിൽ ഒരു വളവ് കാണുന്നു. അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരിക്കും പലരും ഇത് അറിയുന്നത്. അപ്പോൾ അവർക്ക് വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു കുറ്റബോധം എല്ലാം പല അമ്മമാരിലും കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുട്ടികളോട് നേരെ നിന്നിട്ട് മുമ്പിലോട്ട് കുനിയുമ്പോൾ 2 വശവും ഒരുപോലെ ഇരിക്കും നമ്മുടെ ബാക്ക്. പക്ഷെ ഇത്തരം കുട്ടികളുടെ ഒരു വശം തള്ളിയിരിക്കും. അതുപോലെ ഞാൻ ഈ പറഞ്ഞ നേരത്തെ ലക്ഷണങ്ങളല്ല, ഒരു തോള് ചരിഞ്ഞിരിക്കുക, ശരീരത്തിന്റെ ഒരു വശം ബാലൻസ് മൊത്തത്തിൽ ഒരു വശത്തേക്ക് പോവുക,
നടക്കുമ്പോൾ ഒരു കാല് ഏറ്റക്കുറച്ചിൽ പോലെ തോന്നും. കാരണം ഒരിടുപ്പ് പൊങ്ങിയിരിക്കുമ്പോൾ ഒരു ഞൊണ്ടി ഞൊണ്ടി നടക്കുന്ന പോലെ ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ ഇതെല്ലാം ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ ഒരുപക്ഷെ ഇതിനെപ്പറ്റി അറിയാത്ത ഒരു അമ്മയ്ക്കും അച്ഛനും ഇത് ബുദ്ധിമുട്ടായിരിക്കും, പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, കൂടുതൽ സ്കൂളിലും അധ്യാപകരിലും ഇതിനെപ്പറ്റി കൂടുതൽ അവയർനെസ് കൊടുക്കുക, അതിൽ നിന്ന് അവർക്ക് കുറച്ച് ഡിറ്റക്ട് ചെയ്യാം, അങ്ങനെയും ചെയ്തിപ്പോൾ വരുന്നുണ്ട്. സോ ഒരു പോസ്റ്റർ ചെക്കിംഗ് അല്ലാതെ ഒരു പെയിൻ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് കാണാറുണ്ടോ? പൊതുവേ ഇതിന് വേദനയില്ല, വേദനരഹിതമായ ഒരു കണ്ടീഷനാണ് സ്കോളിയോസിസ്. വളരെ അപൂർവമായിട്ട് ചില കുട്ടികൾ പെയിൻ പറയാറുണ്ട്, വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ കുറേ സമയം ഇരിക്കുന്നതിൻ്റെ കൊണ്ടൊരു നടുകഴപ്പ് പോലെയെല്ലാം ബുദ്ധിമുട്ട് പറയാറുണ്ട്. പക്ഷെ പൊതുവേ ഇതിന് വേദനയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അടുത്ത് ഈ കുട്ടികൾ എത്താറുള്ളൂ. ഓക്കെ. സോ ട്രഡീഷണൽ സർജറിയും പിന്നെ നമ്മുടെ കീ ഹോൾ സർജറി എന്ന് പറയാം. അപ്പോൾ പേഷ്യൻസിന്റെ അതിന്റെ ഒരു ബെനിഫിറ്റ്സ് എങ്ങനെയാണ്? ട്രഡീഷണൽ സർജറി അല്ലെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഓപ്പൺ സ്പൈൻ സർജറി എന്ന് പറയുന്നത് ഒരു ഇൻസിഷൻ ഇട്ട് ഒരു മുറിച്ച് അതിൻ്റെ മസിൽസ് ഒക്കെ നീക്കം ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു സർജറി. അതിന് ഇപ്പോഴും വലിയ റോള് തന്നെയാണുള്ളത്. അത് മോശമായ ഒരു സർജറിയോ അങ്ങനെയൊന്നുമല്ല. അതേസമയം നമുക്ക് നമ്മുടെ ആധുനിക ടെക്നോളജി വന്നതോടുകൂടി നമുക്ക് വലിയ പാടുകൾ ഉണ്ടാക്കാതെ ചെറിയ സുഷിരങ്ങളിലൂടെ ഏകദേശം പണ്ട് ചെയ്തിരുന്ന മിക്ക സർജറികളും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെയാണ് അല്ലെങ്കിൽ മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി അല്ലെങ്കിൽ പറഞ്ഞ കീ ഹോൾ സർജറി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് കുറേ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി കറക്റ്റായിട്ട് നമുക്ക് ഈ നമ്മൾ നട്ടലിലിടുന്ന സ്ക്രൂ അല്ലെങ്കിൽ നട്ടലിൽ ഉപയോഗിക്കുന്ന പലവിധ ഇൻസ്ട്രുമെൻസും മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ നാവിഗേഷൻ്റെ സഹായത്തോടെ നമുക്ക് വളരെ സേഫായിട്ട് വളരെ കറക്റ്റായിട്ട് കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും നമുക്ക് നാഡീഞരമ്പുകൾക്ക് കേടുപാടുകൾ കൂടാതെ ചെയ്യാൻ ഇന്നത്തെ സാഹചര്യത്തിൽ അതിനുള്ള ടെക്നോളജി നമുക്ക് അവൈലബിൾ ആണ്. അതാണ് ഈ മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഇപ്പോൾ നമ്മുടെ ഈ ബാക്ക് പെയിൻ പോലുള്ള സാധാരണ പെയിൻഫുൾ അത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സ്പൈൻ ഇഷ്യൂ ആണോ? അതെങ്ങനെ നമുക്കത്? അതെ, നമുക്കിപ്പോൾ അതിൻ്റെ ചുരുക്കത്തിൽ പറഞ്ഞാൽ എപ്പോഴാണ് ഇതിനെ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ വിലയിരുത്തേണ്ടത്? അതിനെ നമ്മൾ റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയും. അത് നമ്മൾ ഒരു അപായ സൂചനകൾ, നമുക്ക് റെഡ് ലൈറ്റ് കണ്ടാൽ അപായ സൂചനയാണെന്ന് അറിയാം. അതുപോലെ ചില ലക്ഷണങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ നടുവേദന മാറുന്നില്ല കുറച്ച് കാലമായിട്ട്, അത് കൂടി വരുന്നു. റെസ്റ്റ് എടുത്താൽ സാധാരണ വേദനകളെല്ലാം പൊതുവെ കുറയാറാണ്, പക്ഷെ റെസ്റ്റ് എടുക്കുമ്പോഴും വേദന കുറയുന്നില്ല, പക്ഷെ കൂടുകയാണ്. നമ്മളിപ്പം വേദന കൊണ്ട് പോയി കിടക്കുമ്പോൾ വേദന കൂടി വരുന്നു. അതുപോലെ രാത്രി കാലത്തെ വേദന, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള വേദന അല്ലെങ്കിൽ ഉറക്കത്തിൽ വരുന്ന വേദന, ഇത്രയും കാര്യങ്ങൾ നമുക്ക്, അതുപോലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ മാറുമ്പോൾ, കാറിലോട്ട് കയറുന്നു, ഇറങ്ങുന്നു, കട്ടിലിൽ നിന്ന് വരുന്നു, അപ്പോഴെല്ലാം വേദന കൂടി വരുന്നു. അപ്പോൾ അനങ്ങുമ്പോഴുള്ള വേദന. പിന്നെ നിങ്ങൾക്കൊരു പനിയോ ഇൻഫെക്ഷനോ മൂത്രത്തിൽ പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിട്ട് അതിനെ തുടർന്നൊരു നടുവേദന വരുന്നു. പനി മാറി അല്ലെങ്കിൽ യൂറിനിലെ ഇൻഫെക്ഷൻ മാറി, പക്ഷെ നിങ്ങൾക്കൊരു നടുവേദന വരുന്നു, അത് കുറയുന്നില്ല, കൂടി വരുന്നു. ആദ്യം വിചാരിക്കുന്നത് പനിയുടെ ബന്ധപ്പെട്ട വേദനയാണെന്ന്, പക്ഷേ അതെല്ലാം മാറി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് മാറുന്നില്ല. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ. പിന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് ക്യാൻസറിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവർക്ക് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചികിത്സ കഴിഞ്ഞു എന്നാൽ പോലും പിന്നീട് ഒരു നടുവേദന വരുമ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടാതെ നടക്കാൻ ബുദ്ധിമുട്ട്, കാലിനോ കൈക്കോ ബലക്കുറവ്, മൂത്ര തടസ്സം, മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ മലബന്ധം അല്ലെങ്കിൽ നമ്മുടെ അടിവസ്ത്രം ഇടുന്ന ഭാഗത്ത് അതികഠിനമായ മരവിപ്പ്, തരിപ്പ്, പെരിപ്പ്, ലൈംഗിക അവയവങ്ങൾക്കുണ്ടാകുന്ന പുരുഷന്മാരിൽ ഉദാഹരണക്കുറവ്, ഇതെല്ലാം നാഡീഞരമ്പുകൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ഇതൊക്കെ വരാം. നട്ടലിൻ്റെ പോകുന്ന സുഷുമ്നാ നാഡിയിൽ നിന്ന് വരുന്ന ഞരമ്പുകൾക്ക് പലവിധ കാരണങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ വന്നാൽ ഇതെല്ലാം വരാം. അപ്പോൾ ബലഹീനത, വേദന മാറാതിരിക്കുക, രാത്രികാലങ്ങളിലുള്ള വേദന, ക്യാൻസറിന്റെ ഹിസ്റ്ററി ഉണ്ടോ, മുമ്പൊരു ഇൻഫെക്ഷൻ വന്നിട്ട് പിന്നെ നടുവേദന വന്നു, ഇങ്ങനെയുള്ള പല കാരണങ്ങളും കൊണ്ട് നടുവേദന കൂടി വരികയാണെങ്കിൽ ഉടനടി ഒരു ഡോക്ടറിന്റെ വിദഗ്ധ സേവനം ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. സോ അമ്മയ്ക്ക് ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ജനിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ? സ്കോളിയോസിസ് എന്ന കണ്ടീഷൻ അത് ജനിതകപരമായിട്ടുള്ള ഒരു അസുഖമല്ല. ഇപ്പം അമ്മയ്ക്കുണ്ട് എന്ന് കരുതി കുട്ടിക്ക് വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. എന്നാൽ പോലും നമ്മളൊരു ഫാമിലിയിലൊരു കുട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് ഇപ്പം ഇളയ സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻ ചെയ്യും. കാരണം വളരെ അപൂർവമായിട്ട് കേരളത്തിൽ ചില ഫാമിലികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അമ്മയ്ക്കുണ്ട്, മോൾക്കുണ്ട്, സഹോദരിക്കുണ്ട്, മോൾക്കും മകനും ഉണ്ട്. അങ്ങനെ വളരെ സ്പൊറാഡിക്, അതായത് വളരെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല ഇത്ര എണ്ണം ഉണ്ടെന്ന്, വല്ലപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ട് നമ്മളത് എല്ലാ വരുന്ന ഫാമിലിയിലും ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും. പക്ഷെ പേടിക്കേണ്ട കാര്യമല്ല, ഇത് ഈ അടുത്ത തലമുറയിലേക്ക് പകരുന്ന ഒരു അസുഖമൊന്നുമല്ല. പൊതുവെ സ്പൈൻ സർജറി എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു പേടിയാണല്ലോ. സോ അത് ചെയ്യാനൊരു ഭയം ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. സോ അവരെങ്ങനെയാണ് സാറ് കൺസൾട്ട് ചെയ്ത് അവർക്ക് ധൈര്യം കൊടുക്കുന്നത്? മിക്ക രോഗികളും അവർക്ക് അവരുടെ ബുദ്ധിമുട്ട് വളരെ കൂടിയിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് മാറാത്ത ഒരു ഘട്ടത്തിലാണ് നമ്മുടെ അടുത്തൊക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് ഓൾറെഡി ബാക്കിയെല്ലാം അവർ നോക്കിക്കാണും. അതായത് മരുന്ന് നോക്കിക്കാണും, ഫിസിയോതെറാപ്പി നോക്കിക്കാണും,
ആയുർവേദം ചിലപ്പോൾ നോക്കി കാണും, അല്ലെങ്കിൽ മറ്റ് പല നമ്മൾ പഠിക്കാത്ത പല മേഖലകളിലും പോയിട്ട് അവർ ചെയ്ത് കാണും. അപ്പോൾ അവർക്ക് തന്നെ ഏകദേശം ഇതുകൊണ്ട് ശരിയാകുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായതിനു ശേഷമായിരിക്കും മിക്കവാറും ചിലർ നമ്മുടെ അടുത്ത് വരുന്നത്, കുറച്ച് പേരെങ്കിലും. അപ്പോൾ അവർക്കറിയാം ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് സർജറി മാത്രമേ ഉള്ളൂ എന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ വിശദീകരിച്ചു കൊടുക്കും. ഇപ്പോൾ സർജറി വളരെ സേഫാണ്. നമ്മൾ ഏതൊരു സർജറി, ഇപ്പോൾ ഒരു അപ്പൻഡിസൈറ്റിസ് വയറിൽ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് സർജറി ചെയ്യുന്ന പോലെ, മൂക്കിൻ്റെ പാലം നിവർത്തുന്ന പോലെ, അതുപോലെ വളരെ സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറി ആണെന്നുള്ള ധാരണ ഇപ്പോൾ ആൾക്കാർക്ക് വന്നു തുടങ്ങി. പിന്നെ നമ്മൾ വളരെ ഭയമുള്ള ആൾക്കാരെ നമ്മൾ സർജറി കഴിഞ്ഞ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും, അവരുമായിട്ട് സംസാരിക്കാൻ. എസ്പെഷ്യലി സ്കോളിയോസിസ് കഴിഞ്ഞവരുടെ ഒരു വലിയൊരു കൂട്ടായ്മ തന്നെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവർ ആദ്യമായിട്ടായിരിക്കും ഈ അസുഖത്തെ പറ്റി അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പാരൻസിന് ഇതിൽ കൂടെ കടന്നുപോയ മറ്റൊരു ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. ഒന്നോ അതിൽ കൂടുതലുള്ള ഫാമിലിയായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് തമ്മിൽ വാട്സാപ്പ് വഴി കാണാനും ഫോൺ ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനും ഉള്ള ഒരു ഇന്ററാക്ഷൻ വന്നിട്ട്, അപ്പം നമ്മളോട് എല്ലാ ചോദ്യങ്ങളും നമ്മളോട് എല്ലാ ചോദ്യവും ചിലപ്പോൾ ചോദിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പൊ അവർക്ക് അതിനൊരു ഇന്ററാക്ഷൻ, ഒരു സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട്, ഈവൻ സ്പൈൻ സർജറി കഴിഞ്ഞവരുടെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവര് നമുക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിൽ ആൾക്കാരിൽ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു പ്രവർത്തനം കൊണ്ട് കുറേ തെറ്റിദ്ധാരണകളെല്ലാം മാറി മാറി വരുന്നു. സോ ഇത്തരം രോഗികൾ കൺസൾട്ട് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ എന്താണ് ഡോക്ടറോട്? കൂടുതലായും അവര് പറയുന്നത് വേറെ ആൾക്കാർ പറഞ്ഞ സംശയങ്ങളാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഡയറക്റ്റ് എവിഡൻസ് മിക്കവരും അറിവല്ല. അപ്പോൾ ഇങ്ങനെ ചിലർ പറഞ്ഞത് ചെയ്യരുത് ഡോക്ടർ, ചെയ്താൽ പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടാവും, തളർന്നു പോകാവും എന്നൊക്കെ എന്നുള്ള മറ്റുള്ള ആൾക്കാർ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. പക്ഷെ മിക്കവർക്കും അങ്ങനെ ചോദിച്ചാൽ, അങ്ങനെ ആരെങ്കിലും അറിയാമോ, അങ്ങനെ നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടോ സർജറി കഴിഞ്ഞ്? അപ്പം അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇല്ല അങ്ങനെ ഒന്നും ഇല്ല. പക്ഷെ പലരും ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നു എന്നുള്ള ഒരു ഡൗട്ടാണ് മിക്കവാറും പറയാറുള്ളത്. പക്ഷെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് വളരെ പോസിറ്റീവാണ്. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി അറിയാം. അവരെല്ലാം എല്ലാം റിസർച്ച് ചെയ്ത് ഗൂഗിളിലും ChatGPT ഒക്കെ ചോദിച്ചിട്ടൊക്കെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയാശങ്കകൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരികയാണ്. സോ ഒരു സ്പൈൻ സർജറി കഴിഞ്ഞ ഒരു രോഗി മറ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് മാറാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കും? നമ്മളിപ്പോൾ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു അമ്മയാണെങ്കിലും, ഇപ്പോൾ നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ഏത് ടൈപ്പ് ഓഫ് സർജറി എന്നായിരിക്കും. ഏത് തന്നെയാണെങ്കിലും, ഉദാഹരണത്തിന് ഒരു കീഹോൾ സർജറി അല്ലെങ്കിൽ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ഒരു ഡിസ്കെക്ടമി, മൈക്രോ ഡിസ്കെക്ടമി ചെയ്ത് കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് തന്നെ നമ്മൾ നടത്താറാണ് പതിവ്. മെഷീൻ നടക്കാം, ടോയ്ലറ്റിൽ പോകാം, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അന്നോ അതിന്റെ പിറ്റേന്നോ ഡിസ്ചാർജ് ചെയ്യും. പിന്നെ കുറച്ചുകൂടി മേജറായിട്ടുള്ള സർജറി അവരെയും അന്ന് വൈകിട്ടോ പിറ്റേന്നോ നടത്തും. ചിലർക്ക് നമ്മൾക്ക് ആ സമയത്ത് യൂറിൻ ട്യൂബ് ഇടേണ്ട ആവശ്യം വന്നേക്കാം. അതെല്ലാം നമ്മൾ പിറ്റേ ദിവസമോ അതിന്റെ പിറ്റേ ദിവസമോ തന്നെ മാറ്റും. എന്നിട്ട് വലിയ സർജറി, സ്കൂളിയോസ് പോലെയുള്ള വലിയ ലോങ് സർജറീസ് ഒക്കെ ചെയ്തവർക്ക് വേദന വളരെ കുറയ്ക്കാനും വേദന അറിയാതിരിക്കാനും വേണ്ടി നമ്മൾ എപ്പിഡ്യൂറൽ അനസ്തേഷ്യ അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ കത്തീറ്റർ വഴി മരുന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് പെയിൻലെസ് ലേബർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതായത് എപ്പിഡ്യൂറൽ വഴി വേദന രഹിത പ്രസവം, അതുപോലെയുള്ള സെയിം മെഡിസിൻസ് കൊടുത്ത് അവർക്ക് പെയിൻ ഇല്ലാണ്ട് നടക്കാനും. കാരണം പെയിൻ ഉണ്ടെങ്കിൽ ഇവർക്ക് അവരുടെ കണ്ടീഷൻ കുറച്ചുകൂടി പേടി കൂടും, അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ട് മാനസികമായിട്ടും കൂടും. അപ്പോൾ എത്രയും നന്നായിട്ട് പെയിൻ മാനേജ്മെന്റ് ചെയ്യാം. അതിപ്പോൾ ഈ സർജറി അല്ല, ഏത് സർജറിയിലാണെങ്കിലും അതനുസരിച്ച് രോഗിയുടെ റിക്കവറി വളരെ ഫാസ്റ്റ് ആയിരിക്കും. യൂഷ്വലി ഒരു വലിയ മേജർ സ്പൈൻ സർജറി കഴിഞ്ഞ ആളിന് ഒരു 3 to 5 days ആവറേജ്, വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഷുഗർ പ്രഷർ എല്ലാം കൺട്രോൾഡ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിനെ നമ്മൾ 3 to 5 days ഡിസ്ചാർജ് ചെയ്യും. ആ സമയം കൊണ്ട് തന്നെ അവർക്ക് അവരുടെ നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഒരു മേജർ സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു ഇനിഷ്യൽ റിവ്യൂ 2 weeks കഴിഞ്ഞിട്ടായിരിക്കും. 2 weeks കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പിന്നെ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറയുന്നത്. യൂഷ്വലി 3 weeks കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ഓഫീസിലോ കോളേജിലോ പോകുന്ന ഒരു കുട്ടിക്കാണെങ്കിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാണെങ്കിലോ അവർക്ക് അതിന് പോകാൻ പറ്റും. അല്ല, ഏത് സർജറി കഴിഞ്ഞാൽ വർക്കിംഗ് ആൾക്കാർക്ക് ഒരു 3 weeksനകം അവർക്ക് ജോലിക്ക് പോകാൻ പറ്റും. മാക്സിമം 2 weeks കഴിഞ്ഞ് പോകുന്നവരുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ ദ സർജറി. ടൈപ്പ് ഓഫ് സർജറി. ഓക്കെ സാർ, അപ്പോൾ ഒരുപാട് സർജറി എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമല്ലോ, ലൈക്ക് ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച അയാൾ തന്നെ സാറിന്റെ അടുത്ത് പറയുന്ന ഒരു സിറ്റുവേഷൻ. സോ അങ്ങനത്തെ എന്തെങ്കിലും ഷെയർ ചെയ്യാം? ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഞാൻ ഒരുപാട് കുട്ടികളെ സർജറി ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് എനിക്ക്, അതും കൂടുതൽ പെൺകുട്ടികളാണ്. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഈ കുട്ടികളോടുണ്ട്. അപ്പം പലർക്കും വീൽ ചെയറിലൊക്കെ വന്ന കുട്ടികളുണ്ട്. അപ്പോൾ ജന്മനാലുള്ള, പിന്നീട് അവര് നടന്ന്, പിന്നീട് അവർ സക്സസ്ഫുൾ ആയി MBBS ചേർന്ന കേസുകൾ ആലോചിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. അത് ഈ കഴിഞ്ഞ വർഷവും ഒരു കുട്ടിക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി ആയിരുന്നു ആദ്യം ചെയ്ത്. പിന്നെ അതിൽ നിന്നെല്ലാം ഊർജ്ജം ഉൾക്കൊണ്ട് വളരെ നോർമലായിട്ട് ഇപ്പം ചെയ്യുന്നു. ഈ വർഷവും ഒരു കുട്ടിക്ക്
MBBS കിട്ടിയവരെല്ലാം ഫൈറ്റേഴ്സാണ്. അവർ വളരെ അതെ അതെ നന്നായിട്ട് എന്താ പറയുക, ജീവിതത്തിൽ ഈ ചെറു പ്രായത്തിൽ തന്നെ അതെ എല്ലാ പോരാടി വന്ന മുന്നേറി വന്ന ആൾക്കാരാണ്. അപ്പം ബട്ട് ദേ ആർ ലിവിങ് എ നോർമൽ ലൈഫ്. നമ്മളെ പോലെ വളരെ നോർമലായിട്ട് ഒരു എക്സാമ്പിൾസ് ആയിട്ട് ഒരു പ്രചോദനം നൽകുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെ ഒരാളെ മാത്രം പേരെടുത്ത് പറയുന്നതിൽ കാര്യമില്ലെന്ന് വരും. അതെ. ഇപ്പോൾ സ്പൈനൽ സർജറി അതുപോലെ തന്നെ സ്കോളിയോസിസ് സർജറി നമ്മുടെ കേരളത്തിൽ ഒരു ഇന്റർനാഷണൽ ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? അബ്സല്യൂട്ട്ലി. ഇപ്പം നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ലോകത്തിലുള്ള ഏത് രാജ്യത്ത് ഉള്ള മികച്ച ചികിത്സയാണ് നമ്മൾ കൊടുക്കുന്നത്. അതേ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇപ്പം അമേരിക്കയിലോ ബ്രിട്ടനിലോ ഉള്ള സെയിം ടെക്നോളജി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ ഡോക്ടേഴ്സും നല്ല രീതിയിൽ ട്രെയിൻഡ് ആണ്. ഇന്റർനാഷണലിയും നാഷണലിയും ട്രെയിൻഡ് ആയിട്ടുള്ള സർജൻസ് ആണ് നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ളത്. അപ്പോൾ ക്വാളിറ്റി ഓഫ് കെയർ ഈസ് അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക് ആണ് കേരളത്തിൽ. മെഡിക്കൽ ഫീൽഡിൽ ഏത് ഫീൽഡ് എടുത്താലും ഏത് മേഖല എടുത്താലും അപ്പോൾ എസ്പെഷ്യലി സ്കോളിയോസിസ് സർജറിയിലും വളരെ നല്ല ട്രീറ്റ്മെന്റും നല്ല രീതിയിലുള്ള ചികിത്സയും തന്നെയാണ് ഇന്ന് നിലവിലുള്ളത്. സോ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഹെൽത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമോ ഈ സ്പൈൻ ഹെൽത്തിനെ കുറിച്ചിട്ട്? നമ്മളിപ്പം പറയും സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് പറയും. അതായത് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് എല്ലാവരും അറിയാം. പക്ഷേ സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അധിക സമയം ഇരുന്ന് ജോലി ചെയ്താൽ നമ്മുടെ ശരീരത്തെ എങ്ങനെയാണോ പുക അല്ലെങ്കിൽ സ്മോക്ക് നമ്മളെ ബാധിക്കുന്നത് അതേപോലത്തെ ഹെൽത്ത് ഇഷ്യൂസ് സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നു. ഉദാഹരണത്തിന് 5-6 മണിക്കൂറിൽ കൂടുതൽ 6 to 8 hours 5 days a week നിങ്ങൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാണെങ്കിൽ നിങ്ങൾക്ക് വളരെ റിസ്ക് കൂടുതലാണ്. നിങ്ങൾക്ക് എക്സസൈസ് കുറവാണ്, നിങ്ങളുടെ ആഹാര രീതി നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രശ്നങ്ങളുണ്ടാകും. അത് നട്ടലിന് മാത്രമല്ല ബാക്കി പല പ്രശ്നങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് നമ്മുടെ കൂടുതൽ നടന്നാൽ മാത്രമേ നമ്മുടെ അസ്ഥികൾക്കും മസിൽസിനും ബലം വരത്തുള്ളൂ. അപ്പോൾ പ്രായം കൂടുന്നതനുസരിച്ച് ഒരു 40-50 വയസ്സ് വരുമ്പോൾ അവർക്ക് പഴയ പോലെയുള്ള കാലിൻ്റെയും ഹിപ്പിൻ്റെയും ഒന്നും മസിൽസിന് ബലം കാണില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പ്രായമാകുമ്പോൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്, ഫ്രാക്ചേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇങ്ങനെയുള്ളവർ നമുക്ക് വ്യായാമം ഉണ്ടെങ്കിലാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ മൂവ്മെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് കുറയുമ്പോൾ വയറ്റിനും പലർക്ക് പ്രശ്നം വരും. കൂടാണ്ട് നമ്മുടെ നടുവിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് വീക്ക് ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ നടുവിന് വേദന വരാം. നടുവിന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഡീജനറേഷൻ അത് ആക്സിലറേറ്റ് ചെയ്യും, അത് കൂടാം. സ്വാഭാവികമായിട്ട് 40, 50, 60 വയസ്സുണ്ടാകുന്ന ചേഞ്ചസ് കുറച്ച് നേരത്തെ വരാം. പിന്നെ അതിനെ തുടർന്നുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും കൂടി വരാം. അങ്ങനെ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് മൈക്രോ ബ്രേക്സ് എടുക്കുക എന്നാണ്. അതായത് ഒരു 20 minutes ആകുമ്പോൾ 15 to 20 minutes ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഇരിക്കുക. ഒരുപാട് വലിയ ദൂരം പോകണമെന്നൊന്നും പറയുന്നില്ല, അവിടെ തന്നെ ഒന്ന് എഴുന്നേൽക്കുക, ഇരിക്കുക. അപ്പോൾ അങ്ങനത്തെ മൈക്രോ ബ്രേക്സ് ഫ്രീക്വൻ്റ് ആയിട്ട് എടുക്കുക. എസ്പെഷ്യലി IT മേഖലയിലൊക്കെ ഉള്ളവർ മണിക്കൂറുകളോളം ഒരു പ്രോബ്ലത്തിൻ്റെ പുറകെ പോയാൽ സ്റ്റക്ക് ആവാറുണ്ട്. കാരണം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവരോട് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ അഡ്വൈസ് ഇപ്പോൾ കൊടുക്കാറുണ്ട്. സോ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ കാരണം ഇപ്പൊ എന്നെ പോലുള്ള യുവാക്കൾക്ക് പൊതുവെ കണ്ടുവരുന്നതാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. സോ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജ് എന്താണ് സാർ? ഒന്ന്, നമ്മൾ ഗാഡ്ജറ്റ്സ് അഡിക്ഷൻ അല്പം കൂടുതലാണ്. കൊച്ചു കുട്ടികൾ വരെ മൊബൈൽ ഫോൺ ഒക്കെ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ബെൻഡ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ കഴുത്തിന്റെ വെയിറ്റ് താങ്ങി നിർത്തുന്ന നമ്മുടെ തലയുടെ വെയിറ്റ് താങ്ങി നിർത്തുന്ന നമ്മുടെ കഴുത്തിലെ മസിൽസ് ആണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് നോക്കുമ്പോൾ ആ പേശികൾക്ക് ആ മസിൽസിന് ഭയങ്കരമായിട്ട് പെയിൻ വരും, അല്ലെങ്കിൽ അതിന് സ്ട്രെയിൻ വരും. പെയിൻ വരണമെന്നില്ല, അതിന് നമ്മൾ ടെക്സ്റ്റ് നെക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ആംഗിൾ കൂടുന്നതനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ കുറച്ച് കൂടുന്നതനുസരിച്ച് അതിനുണ്ടാകുന്ന സ്ട്രെയിൻ 10 മടങ്ങായിട്ട് കൂടുകയാണ്. അപ്പോൾ അത് പിന്നെ ഷോൾഡറിലോട്ടുള്ള മസിൽസ് ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പം കഴുത്ത് വേദന, തോള് വേദന, പിന്നെ താഴോട്ട് നടുവേദന, പിന്നെ ഇരിക്കുമ്പോൾ മൊത്തത്തിൽ ഫ്രണ്ടിലോട്ട് കുനിഞ്ഞ് ഇങ്ങനെ മൊബൈലിൽ സിനിമയൊക്കെ കാണുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ നാൾ ആദ്യമൊന്നും അറിയത്തില്ല. കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ ഇതൊരു ക്രോണിക് പെയിൻ ആയിട്ട് മാറും. അതൊരു പ്രത്യേകിച്ച് കുറയാത്തൊരു തരം പെയിൻ, നമ്മൾ എന്ത് ചെയ്താലും മാറാത്ത തരത്തിലുള്ളൊരു പെയിൻ. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകാൻ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സാർ എന്തുകൊണ്ടാണ് ഈ ഒരു മേഖല തന്നെ ചൂസ് ചെയ്യാനുള്ള റീസൺ? പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണെന്നാലും അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മളെല്ലാവരും MBBS പഠിക്കുന്നു, MBBS കഴിഞ്ഞിട്ട് ചിലർ പോസ്റ്റ് ഗ്രാജുവേഷന് പോകുന്നു. അപ്പം ഞാൻ ഓർത്തോപീഡിക്സ് പോസ്റ്റ് ഗ്രാജുവേഷനിലോട്ട് കയറുന്നു. എൻട്രൻസിൻ്റെ റാങ്കും നമ്മുടെ താല്പര്യം അനുസരിച്ചായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ ഫീൽഡ്. അപ്പോൾ അങ്ങനെ എൻട്രൻസ് എഴുതി, ആദ്യം ഒരു MBBS എൻട്രൻസ്, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കുറച്ച് ഇഷ്ടമുള്ള മേഖല ഓർത്തോപീഡിക്സ് ആയതുകൊണ്ടാണ് ഓർത്തോപീഡിക്സ് തിരഞ്ഞെടുക്കുന്നത്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലായിരുന്നു MBBS-ഉം ഓർത്തോപീഡിക്സും എല്ലാം ചെയ്തത്.
അപ്പോൾ പിന്നീട് നമുക്ക് കുറച്ചുകൂടി സ്പെഷ്യലൈസ് ചെയ്യണമെന്നൊരാഗ്രഹം പലരിലും വരും. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് സിംഗപ്പൂർ ജനറൽ ഹോസ്പിറ്റൽ എന്ന സിംഗപ്പൂരിലെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിലോട്ടാണ്. പക്ഷേ ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്തത് എനിക്ക് ആർത്രോപ്ലാസ്റ്റി, അതായത് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെലോഷിപ്പിനാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ സ്പൈൻ സർജറി എന്നെ സംബന്ധിച്ച് ആ സമയത്ത് വളരെ ഒരു ഹൈ എൻഡ് സ്റ്റഡീസാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിട്ടുള്ളത് കൊണ്ട് ഞാൻ അത് ഓപ്റ്റ് ചെയ്യാണ്ട് ഞാൻ ജോയിന്റ് റീപ്ലേസ്മെന്റിന്റെ ആർത്രോപ്ലാസ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് റിപ്ലൈ വരുന്നത്, നമുക്കിപ്പോൾ ആർത്രോപ്ലാസ്റ്റിയിൽ വേക്കൻസി ഇല്ല, പക്ഷേ സ്പൈൻ സർജറി ഫെലോഷിപ്പിന് ഒരു വേക്കൻറ്റ് പൊസിഷൻ ഉണ്ട്, ഡോക്ടർക്ക് അതിൽ താല്പര്യമുണ്ടോ എന്നാണ് എനിക്ക് റിപ്ലൈ വരുന്നത്. അപ്പോൾ ഞാനത് ഐ വാസ് വെരി ഷോക്ക്ഡ്, റിയലി ഷോക്ക്ഡ് ആണ്. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയിലൊക്കെയാണ് എനിക്കൊരു ആപ്ലിക്കേഷൻ, എനിക്കൊരു സീറ്റ് തരുന്നത്. അപ്പോൾ ഞാനത് സന്തോഷപൂർവ്വം അത് അക്സെപ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രെയിനിങ് അവിടെ ആയിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് പിന്നീട് കേരളത്തിൽ തിരിച്ചു വരികയും പിന്നെ ഞാൻ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. അവിടെ കുറേ ദീർഘകാലം വർക്ക് ചെയ്തു. പിന്നീട് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. എത്ര വർഷമായിട്ട്? ഇപ്പോൾ 15 വർഷമായി. 15 വർഷം സ്പൈൻ സർജറി ചെയ്യാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. ഓക്കെ സർ, നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു പദം എല്ലാവർക്കും ഫെമിലിയർ ആണ്. എന്താണ് ഈ സ്പൈൻ അറ്റാക്ക് എന്ന് പറയുന്നത്? അതെ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിക്ക് പോലും എന്താണെന്ന് അറിയാം. കാരണം അതൊരു ഹൃദയത്തിനുണ്ടാകുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് എന്ന് ആൾക്കാരിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ഉടനെ തന്നെ ചികിത്സയും വേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ആളിൻ്റെ ജീവന് തന്നെ അപായമുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു അവയർനെസ്സിന് വേണ്ടി ഒരു പദം ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ നട്ടെല്ലിൻ്റെ രോഗങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ കറക്റ്റ് സമയത്ത് ചികിത്സ ചെയ്യാതെ പോകുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ചില കണ്ടീഷൻസ് നമുക്ക് വെയിറ്റ് ചെയ്ത് പതുക്കെ ചികിത്സിച്ചാലും കുഴപ്പമില്ല. എന്നാൽ നട്ടെല്ലിനുണ്ടാകുന്ന ചില അസുഖങ്ങൾ, ഇപ്പോൾ ഹൃദയത്തിനുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് പോലെ എമർജൻസി ആയിട്ട് ചികിത്സിക്കേണ്ട ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത്രയും കണ്ടീഷൻസ് തിരിച്ചറിയാനും അതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാനും അതിനെപ്പറ്റി ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുവാനും എങ്ങനെ പറ്റുമെന്നതിനെ പറ്റി ഞാൻ കുറേ നാൾ ആലോചിച്ചു, കുറേ ചിന്തിച്ചു. അപ്പോൾ ആ ഒരു ചിന്തയുടെ ഫലമായിട്ട് ഉണ്ടായ ഒരു പദമാണ് സ്പൈൻ അറ്റാക്ക്. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ എഴുതാനും കൂടുതൽ ലേഖനങ്ങൾ എഴുതാനും കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഞാൻ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി റേഡിയോയിലും മറ്റും മാധ്യമങ്ങളിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പൈൻ അറ്റാക്ക് കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സുഷുമ്നാ നാഡി, നട്ടെല്ലിൻ്റെ അകത്ത് പോകുന്ന സുഷുമ്നാ നാഡിയും നാഡീഞരമ്പുകൾക്കും പെട്ടെന്നുണ്ടാകുന്ന ഒരു ബ്ലോക്കാണ്. ഒരു വലിയ ഡിസ്ക് ബൾജ് ഉണ്ടായാൽ നട്ടെല്ലിൻ്റെ 90% ബ്ലോക്ക് ആയാൽ നമ്മുടെ നാഡീഞരമ്പിലേക്കുള്ള രക്തയോട്ടം പെട്ടെന്ന് അങ്ങ് കുറയും. അങ്ങനെ വരുമ്പോൾ ആ നാഡീഞരമ്പുകൾ അല്ലെങ്കിൽ നെർവ്സ് സപ്ലൈ ചെയ്യുന്ന മസിൽസും അവയവങ്ങളും എല്ലാം ബ്ലോക്കാവും, അതിൻ്റെ കഴിവങ്ങ് കുറയും. ഉദാഹരണത്തിന് നമ്മുടെ ലോവർ പാർട്ടിൽ ലംബാർ സ്പൈനിൽ ഒരു വലിയൊരു ഡിസ്ക് ബൾജ് വന്നാൽ ആ നെർവ്സ് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ 2 കാലുമാണ്. 2 കാലിനും ബലം കുറയും. പിന്നെ അതേ നെർവ്സിൻ്റെ ഗ്രൂപ്പായിട്ട് ഒരു കുതിരവാൽ പോലെ ഇരിക്കും ആ ഗ്രൂപ്പ് ഓഫ് നെർവ്സ്. നമ്മുടെ കുതിരയുടെ വാൽ എങ്ങനെയാണോ അതുപോലെ മുടി പോലെ ഇങ്ങനെ ഒരു കൂട്ടമായിട്ടുള്ള ഞരമ്പുകളെയാണ് ഇംഗ്ലീഷിൽ ഞങ്ങൾ കോഡായിക്വേന എന്ന് പറയും. അത് ആക്ച്വലി അതൊരു ലാറ്റിൻ പദമാണ്. പണ്ട് നമ്മുടെ ശരീരശാസ്ത്രം പഠിക്കുന്ന വേളയിൽ ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ മനുഷ്യ ശരീരം കീറി മുറിച്ച് എന്താണ് സുഷുമ്നാ നാഡിയുടെ ഘടന അവർ നോക്കിയപ്പോൾ ആ സുഷുമ്നാ നാഡി തീരുന്ന സ്ഥലത്ത് ഒരു കെട്ട് പോലെ, ഒരു വാല് പോലെ കുറേ ഞരമ്പുകൾ പോകുന്നു. അപ്പോൾ അതിനെ കോഡായിക്വേന എന്ന് വെച്ചാൽ ഹോഴ്സ്, കുതിരയുടെ വാലിനോട് അവർ ഉപമിച്ച് ഉണ്ടാക്കിയൊരു പദമാണ് കുതിരവാൽ. അപ്പോൾ കുതിരവാൽ ഞരമ്പെന്ന് പറയുന്ന ഒരു കൂട്ടം ഞരമ്പുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ബ്ലോക്കിന്, ഈ ഞരമ്പുകളാണ് നമ്മുടെ യൂറിനറി ബ്ലാഡർ, യൂറിനറി സ്ഫിങ്ക്ടർ, മലാശയം, പിന്നെ ഏനൽ സ്ഫിങ്ക്ടർ, ഇത്രയും കാര്യങ്ങളെയും ലൈംഗിക അവയവങ്ങളെയൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ട്രാഫിക് പോകുന്ന ഒരു ജംഗ്ഷൻ പോലെയാണ്. ആ ജംഗ്ഷൻ സെൻട്രൽ ബ്ലോക്ക് ആയാൽ 4 വശത്തോട്ടും ട്രാഫിക് ബ്ലോക്ക് കാരണം വണ്ടികൾ പോകാൻ പറ്റില്ല. അതുപോലെ കോമൺ ഏരിയയിൽ വലിയൊരു ബ്ലോക്ക് വരുമ്പോൾ ഇത്രയും അവയവങ്ങൾക്ക് ഒറ്റയടിക്ക് ബ്ലോക്ക് ആവും. അപ്പോൾ അവർക്ക് മൂത്ര തടസ്സം ഉണ്ടാവും, മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ, ലൈംഗികമായ ഉദാഹരണക്കുറവുണ്ടാവും, അടിവസ്ത്രമിടുന്ന ഭാഗങ്ങളിൽ അതികഠിനമായ ഒരു മരവിപ്പും പെരുപ്പും ഉണ്ടാവും. കൂടാണ്ട് 2 കാലിനും ബലഹീനതയും, ഇത്രയും ലക്ഷണങ്ങൾ ഒറ്റയടിക്ക് വരും. അപ്പോൾ അത് നമ്മൾ എമർജൻസി ആയിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ആ നെർവ്സിൻ്റെ ഫംഗ്ഷൻ തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു യൂറിനറി കത്തീറ്റർ ഇടേണ്ടി വരും, പിന്നെ മലബന്ധമായിട്ട് ജീവിക്കും. ഇപ്പോൾ സ്പൈൻ അറ്റാക്കും ഹാർട്ട് അറ്റാക്കും ഉള്ള സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ 2 ഉടനടി ട്രീറ്റ്മെൻറ്റ് ആവശ്യമായ
കണ്ടീഷൻസ് ആണ്. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒരു പ്രോപ്പറായിട്ട് ട്രീറ്റ് ഇല്ലെങ്കിൽ ഒരാൾക്ക് മരണം വരെ സംഭവിക്കും. സ്പൈൻ അറ്റാക്ക് പ്രോപ്പറായിട്ട് ചികിത്സിച്ചില്ല, കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾ മരിച്ചു പോകില്ല, പക്ഷേ അയാൾ മരിച്ചതിന് തുല്യമായിട്ട് ജീവിക്കേണ്ടി വരും. ഈ യൂറിനറി കത്തീറ്ററും ട്യൂബ്സും ഒക്കെ ആയിട്ട് ജീവിതകാലം അയാൾ മരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം കണ്ടീഷൻസിനെ പറ്റി അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങളെ പറ്റി ആൾക്കാരിൽ ഒരു അവബോധം ഉണ്ടാക്കിയാൽ അത്രയും നേരത്തെ ഇവർക്ക് ചികിത്സ കിട്ടും. അതുകൊണ്ട് അവർക്ക് അവരുടെ ഒരു ലൈഫ് മുന്നോട്ട് പോകാനും പറ്റും. ലക്ഷണങ്ങൾ ഇതാണ്, എന്തുകൊണ്ടാണ് ഇത് വരാനുള്ള റീസൺ എന്താണ്? ഒരു മേജർ റീസൺ ഞാൻ ഈ പറഞ്ഞ പോലെ വലിയൊരു ഡിസ്ക് പ്രൊലാപ്സ്. നമുക്ക് സാധാരണ നട്ടലിലെ ഡിസ്ക് പുറമേ തള്ളിയിട്ട് കാലിന്റെ ഞരമ്പ് ജാം ആകുമ്പോൾ സയാറ്റിക്ക അല്ലെങ്കിൽ കാലിലോട്ടൊരു വേദന എന്ന് പറഞ്ഞു വരാറുണ്ട്. അത് തുടക്കത്തിലുള്ള ലക്ഷണമാണ്. പക്ഷെ അപൂർവം ചിലർ ഇത് വലിയ രീതിയിൽ തള്ളി വരാറുണ്ട്. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഞാൻ ഈ സൂചിപ്പിച്ച ഡിസ്ക് പ്രൊലാപ്സ് ആകാം, അല്ലെങ്കിൽ ഒരു ട്യൂമർ ആവാം, അതൊരു ക്യാൻസർ പോലുള്ള ട്യൂമർ ആവാം, അല്ലെങ്കിൽ മറ്റൊരു ട്യൂമർ ആവാം, അല്ലെങ്കിൽ ഒരു അണുബാധ വന്നിട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് അതിൻ്റെ കളക്ഷൻ പഴുപ്പ് അല്ലെങ്കിൽ പസ് അവിടെ കളക്ട് ചെയ്ത് അതുകൊണ്ട് ബ്ലോക്ക് ആവാം. കൂടാണ്ട് ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ വീഴുന്നു കഴിഞ്ഞിട്ട് അസ്ഥികൾ പൊട്ടിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ വരാം. അങ്ങനെ എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഞരമ്പിന് ബ്ലോക്ക് ഉണ്ടായാൽ ആ ബ്ലോക്ക് നീക്കം ചെയ്താൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ഞരമ്പിൻ്റെ ഫങ്ഷൻ, അത് സപ്ലൈ ചെയ്യുന്ന മസിൽസിൻ്റെയും അവയവങ്ങളുടെയും ഫങ്ഷൻ പഴയ പോലെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ലക്ഷണങ്ങൾ കണ്ടുവന്നാൽ ഉടനെ തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. ഇപ്പം ലംബാർ ഭാഗത്ത് താഴത്തെ ഭാഗത്താണ് ഞാൻ ഈ പറഞ്ഞ ലക്ഷണം. അപ്പോൾ ഇത് കഴുത്തിൻ്റെ ഭാഗത്താണ് ഇത് വരുന്നതെങ്കിൽ രണ്ട് കൈക്കും കാലിനും ഒരുപോലെ പ്രശ്നം വരും. നമ്മുടെ ഈ ഭാഗത്താണ്, അതായത് മിഡിൽ പോർഷനിലാണ് വരുന്നതെങ്കിൽ ഇവിടെ കെട്ടിമുറുക്കുന്ന പോലത്തെ, വരിഞ്ഞ് കെട്ടിമുറുക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരും. പിന്നെ ഇവിടുന്ന് അരയ്ക്ക് കീഴോട്ട് ഈ ബുദ്ധിമുട്ടുകളെല്ലാം വരാം. അപ്പം ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ മേജറായിട്ടുള്ള കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഈ ലക്ഷണങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഇതിനെല്ലാം ട്രഡീഷണൽ സർജറി തന്നെയാണ്, നമ്മുടെ കീ ഹോൾ സർജറി ആപ്റ്റ് അല്ലേ തന്നെ? മിക്കതിനും നമ്മൾ ട്രഡീഷണൽ സർജറി തന്നെയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. ചില കണ്ടീഷൻസിൽ നമ്മൾ കീ ഹോളായിട്ടും ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, അത് എത്ര പെട്ടെന്ന് അത് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ലൈൻ. എത്രയും പെട്ടെന്ന് ആ ബ്ലോക്ക് മാറ്റി രക്തയോട്ടം, ബ്ലഡ് സർക്കുലേഷൻ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ചികിത്സാ രീതി. ഓക്കെ സാർ, ഇപ്പോൾ ഒരുപാട് വർഷമായി, 15 വർഷമായിട്ട് ഈ മേഖലയിൽ തന്നെ ഉണ്ട്. സോ പുതുതായി വരുന്ന തലമുറയിലെ ഡോക്ടേഴ്സിന് എന്താണ് സാറിന് കൊടുക്കാനുള്ള അഡ്വൈസ്? ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പോൾ സ്പൈൻ സർജറിയിലോട്ട് കടന്നു വരുന്നുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും അവർ ഞങ്ങളെക്കാട്ടിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് അവർ വരുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കോൺഫറൻസ് നടത്തുന്നുണ്ട്, CMEs നടത്തുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ലേക്ക് ഷോറിൽ തന്നെ ഞാൻ ഫെലോഷിപ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എൻ്റെ കീഴിൽ 2 ട്രെയിനീസ് എപ്പോഴും കാണും. അപ്പോൾ അവരെല്ലാം കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ മേഖലയിലോട്ട് കടന്നു വരണം എന്ന് തന്നെയാണ് ഞങ്ങളെ പോലെയുള്ള എല്ലാവരുടെയും ആഗ്രഹം. അതിപ്പോൾ ഇന്ത്യയിലും കേരളത്തിലെ പല ഭാഗത്തും എല്ലാം ഇത് നടന്നു വരുന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇപ്പോൾ ഒരു സർജറി പറഞ്ഞതിന് ശേഷം ഒരു പേഷ്യന്റ് അത് പേടിച്ചിട്ട് വരാതിരിക്കുക, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കുക, അത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് അവർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം? ഇപ്പോൾ ഒരു ചികിത്സ, ഇപ്പോൾ ഏത് ചികിത്സയാണെങ്കിലും ചിലപ്പോൾ ചില അസുഖത്തിന് ചികിത്സ വേണ്ട. ഫോർ എക്സാമ്പിൾ ഒരു സാധാരണ ജലദോഷമാണെങ്കിൽ അതിന് മേജർ ചികിത്സയൊന്നും വേണ്ട, അത് തനിയെ അങ്ങ് മാറും. പക്ഷെ ചില അസുഖങ്ങൾ അത് ചികിത്സിച്ചില്ലെങ്കിൽ അത് വഷളാകും. അപ്പോൾ എസ്പെഷ്യലി സ്പൈൻ സർജറിയിൽ ചില ചികിത്സ മാറ്റി വെച്ചതുകൊണ്ട് അസുഖം മാറില്ല, അത് കൂടി വരാറേ സാധ്യതയുള്ളൂ. അപ്പോൾ പലരും ഒരു അസുഖത്തിന്റെ ചികിത്സ, അതിപ്പോൾ സർജറി തന്നെ ആവണമെന്നില്ല, തുടർ ചികിത്സ ആയാലും അപ്പോൾ അതിനോടൊരു ഒരു വിമുഖത കൊണ്ടിട്ട്, പേടി കൊണ്ടിട്ട് അവർ മാറി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നീട് പ്രശ്നമായിട്ട് നമ്മുടെ അടുത്തും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തും തിരിച്ചു വന്ന പലവരെയും നമുക്കറിയാം. അപ്പോൾ എനിക്ക് പറയാൻ ഇതേ ഉള്ളൂ, ചില കണ്ടീഷൻസിൽ ചികിത്സ മാറ്റി വെച്ചാൽ അസുഖം മാറണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ശരിയായ സമയത്തുള്ള ശരിയായ ചികിത്സ രോഗിക്ക് എപ്പോഴും ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതും തുടക്കത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർജറി ഇല്ലാതെ. തീർച്ചയായും. അപ്പം പിന്നെ പറയുന്ന വേറൊരു കാര്യമാണ്, എന്താണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് ചോദിക്കാണ്. അപ്പോൾ എൻ്റെ ഒരു ഗുരുനാഥൻ പറഞ്ഞത്, ചീപ്പസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോർ എനി കണ്ടീഷൻ ഈസ് ദി ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അസുഖത്തിനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ ചികിത്സ, ചീപ്പസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിനുള്ള ഏറ്റവും നല്ല ചികിത്സയാണ്, ബെസ്റ്റ് ചികിത്സയാണ്. ഉദാഹരണത്തിന് ഒരു അസുഖത്തിന് ആദ്യമേ ചികിത്സിച്ചാൽ നമുക്ക് കുറച്ച് പൈസ ചിലവാകും, ആ സമയത്ത് അത്രേ ആവത്തുള്ളൂ. പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് ആയാൽ നമ്മുടെ ചിലവ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അത് ചീപ്പല്ല, പിന്നെ അത് എക്സ്പെൻസീവ് ആവുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ചികിത്സ മാറ്റി വെക്കുന്നവരോടും പറയാനുള്ളത്, ഇപ്പോൾ ഈ വർഷം ചെയ്യാത്തത് ചിലപ്പോൾ അവർ കുറച്ച് നാൾ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാത്തിനും ചിലവ് കൂടി വരികയാണ്. അപ്പോൾ അന്ന് ചീപ്പായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നിരിക്കാം, ഇന്നും അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവും.
അപ്പോൾ അങ്ങനെ ചികിത്സ മാറ്റി വയ്ക്കും തോറും അവരുടെ കണ്ടീഷനും മോശമാകുന്നുണ്ട്, അവരെ ഫിനാൻഷ്യലിയും ബേർഡൻസ് അവർ കൂടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ വെച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ പൊതുവെ കാണുന്നതാണ് കുട്ടികളിൽ ഇത് കണ്ടുവരുമ്പോൾ സ്കൂളിൽ കളിയാക്കല്, അതുപോലെ മാനസികപരമായിട്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. സോ അത് എങ്ങനെ? അതെ, ഈ സ്കോളിയോസിസ് അല്ലെങ്കിൽ നട്ടലിന്റെ വളവ് ഞാൻ ഈ പറഞ്ഞു വളരുന്ന കുട്ടികളാണ്, കൗമാരക്കാരില്. പിന്നെ അവർ കോളേജിലോട്ട് കയറുന്ന ഒരു സമയത്താണ്, അവര് ഒരു ശരീരത്തെ പറ്റി വളരെ കോൺഷ്യസ് ആവുന്ന ഒരു സമയത്താണ്. അവർക്ക് ഒന്ന് മേജറായിട്ടുള്ള ഒരു ഇഷ്യൂ, അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല. അവർക്ക് ടൈറ്റ് ആയിട്ടുള്ള ചുരിദാറോ ടീഷർട്ടോ ജീൻസോ ഇടാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ശരീരം ആകൃതി വ്യത്യാസമായതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ്. അപ്പം അങ്ങനെയുള്ള കുറേ പിള്ളേർക്ക് പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ ഒരു ചടങ്ങിനോ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് അവരെ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് അവരെ മാനസികമായിട്ട് അലട്ടുന്നുണ്ട്. പിന്നെ ചില കുട്ടികളെ കാഷ്വൽ ആയിട്ടാണെങ്കിൽ പോലും പിള്ളേർ കളിയാക്കാറുണ്ട്. കാരണം ഞാൻ സൂചിപ്പിച്ചു, ഷോൾഡർ ഇങ്ങനെ ചരിഞ്ഞിരിക്കും. അപ്പോൾ ഇവർ നടക്കുമ്പോൾ പിന്നെ ഒരു ഹിപ്പ് പൊങ്ങിയിരിക്കും. അപ്പോൾ ചിലർ വയ്ക്കുന്ന എന്താ മോഡലിങ്ങിന് പോവാണ്, മോഡൽ നടക്കുന്ന പോലെയാണ്. പിന്നെ ചില കുട്ടികളെ നമ്മുടെ ലാലേട്ടൻ്റെ ഷോൾഡർ ചരിച്ച് നടക്കുന്ന പോലെ മിമിക്രിയിലൊക്കെ കാണിക്കുന്ന പോലെ ആ ഒരു സ്റ്റൈലിലാണോ എന്ന് ചോദിക്കും. ഈ ഇടയ്ക്ക് ഒരു കുട്ടി പറഞ്ഞിപ്പം പുഷ്പയെ പോലെയാണോ എന്ന് കളിയാക്കുന്നു. അപ്പോൾ ഓരോ ട്രെൻഡ് മാറുന്നതനുസരിച്ച് കളിയാക്കലിന്റെ ട്രെൻഡ് മാറിയാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം പല രീതിയിൽ ലൈറ്റായിട്ട് എടുക്കുന്ന കുട്ടികളുണ്ട് തീർച്ചയായും. പക്ഷേ വളരെ സീരിയസ് ആയിട്ടും വളരെ വേദന അനുഭവിക്കുന്ന കുട്ടികളിലും, കൂടുതൽ ആൺകുട്ടികളിൽ ഇത് കുറച്ചുകൂടി കൂടുതലാണ്. അവർക്കുണ്ടാകുന്ന മാനസിക ആഘാതം പെൺകുട്ടികളെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതും അതൊരു വാസ്തവമാണ്. അപ്പം ഇത്തരം കളിയാക്കലുകളും അവരെ വളരെ വേദനിപ്പിക്കാറുണ്ട്. തുടക്കത്തിലെ ചികിത്സിച്ച് നമുക്കത് ഭേദമാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും സർജറി ആവശ്യമില്ല. കുട്ടികളിലെ സ്കോളിയോസിസിന് നമുക്ക് തുടക്കത്തിൽ ഒരു വിദഗ്ധ സ്പൈൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് ഒരു ആവശ്യമുണ്ടെങ്കിൽ ഒരു ബെൽറ്റ് ഇടാൻ പറയും. ബെൽറ്റ് നമ്മളൊരു 18 to 23 hours a day, 18 മുതൽ 23 മണിക്കൂർ ബെൽറ്റ് ഇടുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബെൽറ്റ് ചിലപ്പോൾ മാറ്റേണ്ടി വരും. കുട്ടിയുടെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ബെൽറ്റ് മാറ്റേണ്ടി വരും. ചുരുക്കം ചില കുട്ടികൾ മാത്രം ബെൽറ്റ് ഇട്ടാലും ശരിയാവില്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ 45-50 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ സർജറി പറയാറുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളിലും സ്കോളിയോസ് ഉണ്ടെന്ന് കരുതി സർജറി ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? അതെങ്ങനെയാണ് നമുക്ക് ഡോക്ടറെ ചികിത്സിക്കുമ്പോൾ നോക്കി കാണുന്നത്? ലൈക്ക് ഒരു മെത്തേഡ് ഉണ്ടാവില്ലേ? അതെ, നമ്മൾ ഈ കുട്ടികളെ നിന്നുകൊണ്ടുള്ള മുഴുനീള നട്ടലിന്റെ മൊത്തത്തിൽ കിട്ടുന്ന എക്സ്റേ എടുക്കും. അത് നേരെയും ചരിഞ്ഞുള്ള എക്സ്റേ എടുക്കും. അപ്പം നമുക്ക് അതിന്റെ വളവ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഒരു ഡിഗ്രി കോബ് ആംഗിൾ എന്ന് പറയും, അത് മെഷർ ചെയ്യും. ചില കുട്ടികൾക്ക് ഒറ്റ വളവായിരിക്കും, ചില കുട്ടികൾക്ക് എസ് പോലെ ഡബിൾ കർവായിരിക്കും, ചില കുട്ടികൾക്ക് ട്രിപ്പിൾ കർവായിരിക്കും, 3 വളവാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും അളവ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ റിസ്ക്, പിന്നെ അവരുടെ ബോൺ ഏജ്, അവരുടെ അസ്ഥി വളർച്ച ഏത് സ്റ്റേജിലാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതനുസരിച്ച് ഈ കുട്ടിക്ക് ഇത് കൂടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിലയിരുത്തും. അങ്ങനെ ഓരോ 6 മാസം കൂടുമ്പോൾ നമ്മളത് വിലയിരുത്തി കൊണ്ടുവരും. അപ്പോൾ ചില കുട്ടികളിൽ വളരെ അത് അങ്ങനെ കൂടാതെ തന്നെ നിൽക്കും. പക്ഷെ ചില കുട്ടികൾക്ക് ഇത് റാപ്പിഡായിട്ട് കൂടും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല ഹൈറ്റ് ഉള്ള കുട്ടികൾ, ഇനിയും ബോൺ വളർച്ച ഒരുപാടുള്ള കുട്ടികൾ, അപ്പം നമ്മൾ എപ്പോഴും അമ്മയുടെ അച്ഛൻ്റെ ഹൈറ്റുമായിട്ട് താരതമ്യം ചെയ്തു. ചില ഫാമിലിയിൽ ഹൈറ്റ് കുറവായിരിക്കും, അപ്പോൾ അവർക്ക് വളരെ കൂടാനുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷെ എന്നാൽ പൊക്കമുള്ള ഫാമിലിയിൽ, നല്ല പൊക്കമുള്ള പെൺകുട്ടികളിൽ ഇത് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ 40-50 ഡിഗ്രി ആയി കഴിഞ്ഞാൽ, ഇവരിപ്പോ 18 വയസ്സ് കഴിഞ്ഞാലും ഇത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ പൊതുവെ ഉള്ളൊരു വിചാരണ അസ്ഥി വളർച്ച കഴിഞ്ഞാൽ, അഡൾട്ട് ആയാൽ നട്ടലിന്റെ വളവ് കൂടില്ല എന്നുള്ളതാണ്. അത് അങ്ങനെയല്ല. നമ്മൾ പിന്നെ ഓരോ വർഷവും 1/2 ഡിഗ്രി അല്ലെങ്കിൽ 1 ഡിഗ്രി വെച്ച് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 18 വയസ്സെന്നുള്ളത് 28 വയസ്സാകുമ്പോൾ 45 എന്നുള്ളത് അപ്പോൾ ഒരു 5-10 ഡിഗ്രി കൂടി 55 ഡിഗ്രി ആവും. 35 വയസ്സാകുമ്പോൾ അത് പിന്നെയും കൂടും. അങ്ങനെ പലരും ആ പ്രായത്തിൽ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. പണ്ട് ഓപ്പറേഷൻ ചെയ്യാതെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് ഇപ്പോൾ കൂടിയിട്ട് നമ്മുടെ അടുത്ത് അവരുടെ ഭർത്താക്കന്മാർ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവരെ ചികിത്സിക്കാം. ഓപ്പറേഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. സോ ഇത് നമ്മുടെ പോസ്റ്ററിന്റെ ഒരു ഇരുത്തം അല്ലെങ്കിൽ നിക്കൽ, അതിലൊക്കെ വരുന്ന ഒരു അസുഖം തന്നെയാണ് അല്ലേ? ഇതുകൊണ്ട് അവരുടെ നിപ്പിലും നടത്തത്തിലും ഇരിപ്പിലും എല്ലാം ബാധിക്കും. അവര് ഇരിക്കുന്നോണ്ടല്ല ഇത് വരുന്നത്. ഇത് അങ്ങനെ അവര് ഇരിക്കുന്നോണ്ടോ അവർ നിൽക്കുന്നോണ്ടോ അവരുടെ കുഴപ്പം കൊണ്ടല്ല ഇത് വരുന്നത്. പക്ഷെ ഈ ഒരു ഷേപ്പ് വ്യത്യാസം ഉള്ളത് കൊണ്ട് ചിലരിൽ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇരിപ്പ് ശരിയല്ല, നടപ്പ് ശരിയല്ല എന്നൊക്കെ ആൾക്കാർ അവരെ കുറ്റപ്പെടുത്തും. ഈ കുറ്റപ്പെടുത്തലുകൾ ഇതിന്റെ കാരണം മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവാതെ അവരുടെ കുഴപ്പമല്ല എന്ന് മനസ്സിലാവും. സോ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ഓൾ ദ എന്താ പറയുക, ഒരുപാട് ഡൗട്ടും ഒരുപാട് അറിവും നമുക്ക് പകർന്നു തന്നതിന് താങ്ക് യു സോ മച്ച്.